പരസ്യ പ്രചരണം അവസാനിച്ചതോടെ ഹരിപ്പാട്ടെ സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതിയും നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ്. ഈ തിരക്കുകൾക്കിടയിൽ ഹരിപ്പാട്ടെ പ്രചാരണ അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞ് സന്ദീപിനൊപ്പം ഹരിപ്പാട് നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. പരസ്യപ്രചരണം പൂർത്തിയായ ശേഷവും ഹരിപ്പാട്ടെ NDA സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി വലിയ തിരക്കിലാണ്. നിശബ്ദ പ്രചരണത്തിലൂടെ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. നമുക്ക് അദ്ദേഹത്തോടെ ഹരിപ്പാട്ടെ ഒരു അനുഭവം, പ്രചരണത്തിന്റെ അനുഭവം എല്ലാം ഒന്ന് തിരക്കാം. ഏതാണ്ട് കഴിഞ്ഞ 16-ാം തീയതി 17-ാം തീയതി മുതലാണ് ഇവിടെ പരസ്യപ്രചരണം ആരംഭിച്ചതെന്നാണ് ഓർക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഹരിപ്പാട്ടെ ഒരു അനുഭവം? ഗംഭീര അനുഭവമായിരുന്നു. ഗംഭീര അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുന്നത്, ആത്മവിശ്വാസം കൂടുന്ന, ആവേശം തരുന്ന പ്രചരണമായിരുന്നു ഹരിപ്പാട്ടൊക്കെ നമ്മൾ ആദ്യം വരുമ്പോൾ സ്വാഭാവികമായും പലവിധങ്ങളായ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഹരിപ്പാട്ട് എന്താകും കാര്യങ്ങൾ, ഹരിപ്പാട്ട് ഇത്രയും വലിയ സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള ആണല്ലോ പുറമേയുള്ള പേര്. പക്ഷെ അതെല്ലാം പൂർണ്ണമായിട്ടും മാറിയിട്ട് ജനങ്ങൾ, ഇപ്പം നമ്മുടെ പ്രവർത്തകർ സ്വാഭാവികമായ ആവേശത്തിലായിരുന്നു. പക്ഷെ സാധാരണ മനുഷ്യരുടെ ഒരു ആവേശം അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. അത് രാത്രിയിലൊക്കെ നമ്മൾ ഞങ്ങളുടെ പ്രചരണ വാഹനങ്ങളൊക്കെ നാട്ടുകാർ കൂട്ടം ചേർന്ന് തടഞ്ഞു നിർത്തി, എന്നെ രഥത്തിൽ നിന്ന് വിളിച്ചിറക്കി വീട്ടിൽ കൊണ്ടുപോയി, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു. വളരെ ആവേശത്തിലായിരുന്നു. അതുകൊണ്ട് സമയം തന്നെ ഈ പ്രചരണം ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചപ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തകർക്ക് നേരെയുള്ള ചില ഭീഷണികൾ, അത്തരം ചില സംഭവങ്ങളും ഉണ്ടായില്ലേ? അതിനെ എങ്ങനെ കാണുന്നു? അതൊക്കെ എന്താ പറയുക, ഒരാശയപാപ്പരത്വത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. കാരണം ഇവിടെ കോൺഗ്രസ് ഇത്രയേറെ കടുത്ത വെല്ലുവിളി നേരിടുന്ന ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അദ്ദേഹം ഒരു ഈസി വോക്ക് ഓവറിൻ്റെ ആളായിരുന്നു, അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ആളായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് വന്നപ്പോൾ വളരെ സ്ഥലജല വിഭ്രമം ബാധിച്ചവരെ പോലെ, ഹിസ്റ്റീരിയ ബാധിച്ചവരെ പോലെയൊക്കെയായിരുന്നു പെരുമാറ്റം. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ എന്നോടൊപ്പം ഇരിക്കുന്ന ശ്രീ ബാബുരാജിയാണ് ഉണ്ടായ അനുഭവം. അദ്ദേഹം കഴിഞ്ഞ 40 വർഷമായി രമേശ് ചെന്നിത്തലയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം വരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ കൂടെ അദ്ദേഹം ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഒരു ലോട്ടറി എടുത്തിട്ട് 100 രൂപ ഒരു ലോട്ടറി ഏജൻറ്റിന് കൊടുത്തപ്പോൾ അത് എവിടെ നിന്നോ ഒളിഞ്ഞു നിന്ന് ഒരു കോളനി ചെന്നപ്പോഴായിരുന്നു ഒരു ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ BJPക്ക് വോട്ട് മേടിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന തരത്തിൽ പോലും പ്രചരിപ്പിക്കുന്ന ഹീനമായ ഒരു തന്ത്രം. അപ്പോൾ അത് മോശമായി പോയി. പിന്നെ അതോടൊപ്പം തന്നെ വ്യക്തിപരമായി ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെയൊക്കെ താഴെയൊക്കെ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് വളരെ അസഭ്യമായ രീതിയിൽ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും പോലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ധാരാളം 100 കണക്കിന് കമൻറ്റുകളാണ് വരുന്നത്. അതൊന്നും പിന്നെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു സൈബർ ഗുണ്ടായിസമാണ്. അതിൻ്റെ ഒരു ഭാഗം ഇന്നലെ ഇവിടെ എന്താ പറയുക, കൊട്ടിക്കലാശത്തിലും കണ്ടു. നമ്മളോടുണ്ടായില്ല, UDF LDF തമ്മിലൂടെ അടിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ട്. അപ്പം ഒരു സൈബർ ഗുണ്ടായിസത്തിലേക്കൊക്കെ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുപോയി. പിന്നെ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. ഈ നിശബ്ദ പ്രചരണത്തിൽ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? ഇന്നെന്തൊക്കെയാണ് പ്രധാന പരിപാടികൾ? നിശബ്ദ പ്രചരണത്തിൽ ഇപ്പോൾ പരമാവധി ആൾക്കാരെ നേരിട്ട് കാണുക എന്ന് തന്നെയാണ്. രാവിലെ നമ്മൾ 5 മണിയായി ഇറങ്ങിയതാണ്. 5 മണി മുതൽ ഞങ്ങൾ വീടുകളൊക്കെ കയറി ഇറങ്ങി. ഇപ്പോൾ ഭക്ഷണം കഴിയുന്നേ ഉള്ളൂ. ഇനിയിപ്പം നാളെ എവിടെയാണ്, ഏത് ബൂത്തിലാണ് വോട്ട്? എപ്പോഴത്തേക്ക് മണ്ഡലത്തിലേക്ക് എത്തും? എൻ്റെ വോട്ട് ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിലെ 101-ാം ബൂത്തിലാണ്. എൻ്റെ ബൂത്തിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വോട്ട് ചെയ്തിട്ട് വരും. രാവിലെ വോട്ട് ചെയ്യാൻ പോകും. എല്ലാവിധ ആശംസകളും. ഇത്രയും ദിവസത്തെ പ്രയത്നത്തിന് ഫലമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.